ഹായ് വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. കൂടുതൽ പ്രോഡക്റ്റ്സ് ഒന്നുമില്ല, രണ്ട് പ്രോഡക്റ്റ്സ് മാത്രം യൂസ് ചെയ്തിട്ടുള്ളൊരു മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. ഓണമൊക്കെയാണ് വരുന്നത്, എല്ലാവർക്കും ഒരുങ്ങാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സമയമാണല്ലേ ഓണം. ഓണം എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഡ്രസ്സൊക്കെ ഇട്ട് പൂക്കളൊക്കെ ഒരുക്കി അതൊക്കെയാണ് നമ്മുടെ ഓർമ്മയിൽ ഉണ്ടാവുക. പക്ഷേ ഈ ഒരു പാൻഡമിക് സിറ്റുവേഷനിൽ നമുക്ക് വെളിയിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ച സാധനങ്ങൾ കിട്ടുമെന്നൊന്നും അറിയത്തില്ല. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവുന്ന രണ്ട് പ്രോഡക്റ്റ്സ് എന്തായാലും മിക്ക ആൾക്കാരുടെ അടുത്തും ഉണ്ടാവുന്ന പ്രോഡക്റ്റ്സ് തന്നെയാണ്. ഒരു ഐലൈനറും ഒരു ലിപ് ഷെയ്ഡും അല്ലേ. അപ്പോൾ അത് മാത്രം വെച്ചിട്ടുള്ളൊരു ലുക്കാണ്. സോ ഫസ്റ്റ് തന്നെ ഞാൻ ലാക്മേ 95 ബ്ലാക്ക് ഇമ്പാക്ട് ലൈനർ യൂസ് ചെയ്തിട്ട് ഒരു വിങ്ഡ് ഐലൈനർ ക്രിയേറ്റ് ചെയ്യാണ്. ഇപ്പോൾ വിങ്ഡ് ഐലൈനർ എന്ന് പറയുന്നത് എല്ലാവരും ഇപ്പോൾ ഒബ്സസ്ഡ് ആയിട്ടിരിക്കുകയാണ് ആ ഒരു ലുക്കിൽ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണല്ലേ. ഇനി അപ്പോൾ നമ്മൾ നമ്മുടെ സെക്കൻഡ് പ്രോഡക്റ്റ് യൂസ് ചെയ്യാണ്, അതായത് ലാക്മേ 95 വെയ്റ്റ്ലെസ് മാറ്റ് ന്യൂഡ് ലിപ്പ് ആൻഡ് ചീക്ക് കളേഴ്സിൻ്റെ കൊക്കോ സോഫ്റ്റ് എന്ന് പറയുന്ന ഒരു ലിപ് ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ അത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതൊന്ന് ലൈറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഒരു മാറ്റ് ലുക്ക്, പിന്നെ ഇച്ചിരി ന്യൂഡ് ലുക്കൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മെയ്ബ്ലിൻ ന്യൂയോർക്കിൻ്റെ ന്യൂഡ് എംബ്രാസ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡ് അപ്ലൈ ചെയ്യാണ്. 650 ആണ് ഷെയ്ഡ് നമ്പർ. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. സപ്പോസ് നിങ്ങളുടെ കയ്യിൽ നല്ല ഡാർക്ക് ഷെയ്ഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ലൈറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഷെയ്ഡ് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അതിനുശേഷം നമ്മൾ നേരത്തെ യൂസ് ചെയ്ത അതേ കൊക്കോ സോഫ്റ്റ് ഷെയ്ഡ് തന്നെ വെച്ചിട്ട് നമ്മളൊന്ന് ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സ്ഥലത്ത് ഒന്ന് ചുമ്മാ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. മുക്കുമ്മലും ചീക്സിലും ഒക്കെ അപ്ലൈ ചെയ്യുക. അതിനുശേഷം കൈവശം നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും. പെർഫെക്റ്റ് ആയിട്ട് കുറച്ച് ടൈം എടുത്തിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാം. അപ്പോൾ മാത്രമേ അത് നമുക്കൊരു ഫ്രഷ് ലുക്ക് കിട്ടത്തുള്ളൂ. ഇത്രയും ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മളുടെ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാച്ചുറൽ ഗ്ലോയിങ് അല്ലെങ്കിൽ ഫ്രഷ് ലുക്കായിട്ടുണ്ടാവും. നല്ല രസമുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ ഒരു റെഡ് കളർ ബെല്ലി വെച്ച് കൊടുക്കുകയാണ്. ഇതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മളിനി ഹെയറിലോട്ടേക്ക് പോവാണ്. ഹെയർ എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള ഒരു ഹെയർ ട്യൂട്ടോറിയലാണ് കേട്ടോ. അതായത് നമ്മൾ കൈ വെച്ചിട്ട് നമ്മൾ കോംപ് ചെയ്തിട്ട് ഫസ്റ്റ് കിട്ടുന്നത് നമുക്ക് കുറച്ച് മുടി ഉണ്ടാവില്ല, ആ ഒരു ക്രൗൺ പോർഷനിൽ അതെടുത്തിട്ട് നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്യുക. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കിട്ടുന്ന കുറച്ച് മുടിയായിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് കുറച്ചൊന്ന് ലൂസൺ അപ്പ് ചെയ്തിട്ട് നമ്മൾ ഒരു ഹെയർ പിൻ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെക്യൂർ ചെയ്യാം. നമ്മൾ ലൂസൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ട് സെക്യൂർ ചെയ്യണം. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടെ അഴിഞ്ഞ് വീഴുന്ന പോലെ ഉണ്ടാവും. നമ്മൾ പ്രോപ്പറായിട്ട് എടുത്തിരിക്കുന്ന എത്രത്തോളം നമ്മൾ ലൂസൺ ചെയ്തിട്ടുണ്ടോ അവിടെ അത്രത്തോളം മാക്സിമം നന്നായിട്ട് സെക്യൂർ ചെയ്യും. അതിനുശേഷം നമ്മൾ എങ്ങനെയാണോ മുടി പിന്നിടാറ് അതുപോലെ പിന്നിടുമ്പോൾ നമ്മൾ കുറച്ചൊന്ന് ലൂസ് ചെയ്തിട്ട് പിന്നിട്ടാൽ മതി. ഭയങ്കര ടൈറ്റായിട്ട് പിന്നിയേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ പിന്നിട്ടതിന് ശേഷം നമ്മൾ താഴെ ഒരു റബ്ബർ ബാൻഡ് വെച്ചിട്ട് സെക്യൂർ ചെയ്യാം. കുറച്ചും കൂടി വോളിയം കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഒരു മെസ്സി ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും ഇതിന് ശേഷം നമ്മൾ നന്നായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്യുക. വലിച്ചിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രസമുണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈവൻ സപ്പോസ് നിങ്ങളുടെ കയ്യിൽ മുല്ലയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു ടൈമിൽ ഇനി ഇട്ട സ്ഥലത്ത് നമുക്ക് മുല്ല വെച്ച് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ ഈ ഒരു ലുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇയറിങ് ഇടാണ്. അപ്പോൾ ഇത്രയും നമ്മളുടെ ലുക്ക് ഒരു സിമ്പിളായിട്ടുള്ള ലുക്കാണ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ലുക്ക് തന്നെയായിരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, യൂസ്ഫുൾ ആണ് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ആൻഡ് ബൈ.